والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. പഴയകാലം നമ്മുടെ നാട്ടിലുള്ള തങ്ങന്മാരിലെ സയ്യിദന്മാരുടെ നേതാവാണ് ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങളുടെ ഖബർ അവിടെയാണ്. അതുപോലെ ഒരുപാട് മഹാന്മാരുണ്ട്. സയ്യിദ് അലവി മാലിക്കി, മക്കക്കാരനായ ഒരു മാലിക്കി വലിയ പണ്ഡിതനാണ്. നമ്മുടെ കേരളത്തിലുള്ള ആലിമ്യങ്ങളായിട്ടുള്ള ബന്ധമുള്ള അവരുടെ ഖബറുണ്ട്. അതുപോലെ ചില സഹാബികളുടെയും ഒക്കെ ഖബറുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒരുമിച്ച് നമ്മൾ എല്ലാവരും യാസീൻ ഓതിക്കൊണ്ടാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ 2 പള്ളി പരിചയപ്പെടുത്താറുണ്ട്. ഒന്ന് മസ്ജിദുൽ ഷജറ, ഞാൻ പറയാം. രണ്ടാമത്തത് മസ്ജിദുൽ ജിന്ന്. മസ്ജിദുൽ ജിന്ന് ദുആക്ക് ഇജാബത്തുള്ള പള്ളിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിയിൽ അവിടെ വെച്ച് പറയലായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പോവാം. ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടാവുമല്ലേ? വരാണ്ടാവും. ആരാ? അതുപോലെ സ്വർണത്തിൻ്റെ പാത്തിയില്ലേ, അതിൻ്റെ നേരെ ചുവട്ടിൽ സഫയിൽ മർവയിൽ ഹിജ്ർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ കടന്നാലല്ലേ? അതെ അതെ, ഹിജ്ർ ഇസ്മായിൽ പ്രത്യേകം എണ്ണീയിട്ടുണ്ട്. സ്വർണ്ണപ്പാത്തി വേറെ തന്നെ എണ്ണീയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കടക്കണമെങ്കിൽ അവിടെ ഡോറുണ്ട്, അത് തുറന്നാൽ അനുവാദം ഉണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ തുറക്കലുണ്ട്. അതുപോലെ ദുആക്ക് ഇജാബത്ത് സഫ മർവ ഒക്കെ പോലെ ദുആക്ക് ഇജാബത്തുള്ളൊരു സ്ഥലമാണ് റസൂലുള്ള ജനിച്ച സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ കൂട്ടമായിട്ടൊന്നും പറ്റൂല. സാധിക്കുന്ന സമയത്ത് പോയിട്ട് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പോയിട്ട് അവിടുന്ന് ദ്വാരക്കുക. ഇജാബത്തുള്ള ഇതിലേക്ക് കടത്തൂല. അതിനനുസരിച്ച് ഡോറിൻ്റെ അടുത്ത് മരം എന്നാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു മരം ഉണ്ടായി. ഇവിടെ ഒരു മരം ഉണ്ടായി.
പോയിട്ട് ഒരു യാസിൻ ഓതി